ബിഗ് ബോസിൽ വിവരങ്ങൾ ചോരുന്നു. പ്രത്യേകിച്ച് എവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ നേരത്തെ അറിയുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് നേരത്തെ വെളിപ്പെടുത്തിയാൽ ആസ്വാദനം അസാധ്യമാകും. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് പരിപാടിയും. വിവരങ്ങൾ ചോരുന്നത് പരിപാടിയുടെ രസവും ദൃശ്യ വശ്യതയും തകർക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആരാധകർ ഒറ്റക്കെട്ടായി അത് വ്യക്തമാക്കുന്നു. പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നില്ല, അവർ പ്രതിഷേധത്തിലാണ്. നിരവധി പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയെ ആവേശത്തോടെ കാത്തിരിക്കുന്നു. എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ടെലികാസ്റ്റിന് മുൻപ് വിവരങ്ങൾ ചോർത്തി പുറത്തുവിടുന്നു. അത് പരിപാടിയുടെ ആകർഷണമായ ആകാംക്ഷയെ ഇല്ലാതാക്കുന്നു, ജിജ്ഞാസയെ തകർക്കുന്നു, കാത്തിരിപ്പിൻ്റെ ആനന്ദം ഇല്ലാതാക്കുന്നു. വിവരങ്ങൾ ചോരുന്നത് നല്ലതല്ല എന്ന് നടൻ മോഹൻലാൽ തന്നെ എടുത്ത് പറയുകയും ചെയ്യുന്നു. ടെലിവിഷൻ ഷോകളെയും സിനിമകളെയും ഒക്കെ തകർക്കുന്ന ഇത്തരം ചോർത്തലുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരാണ് അതിനു പിന്നിൽ? അവരുടെ ഗൂഢാലോചന പുറത്തു വരുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ പ്രേക്ഷകൻ ഗൗതമാണ്. ഗൗതം, ഈ ഇന്നലെ ഔട്ടാകുന്ന ആളെക്കുറിച്ച് ഗൗതം നേരത്തെ മനസ്സിലാക്കിയിരുന്നോ? വെള്ളിയാഴ്ച മനു ആ വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞിരുന്നു. വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞു ഇത് ഈ ലക്ഷ്മി പുറത്തു പോകുമെന്നും ഇങ്ങനെ ഒരു ട്വിസ്റ്റിന്റെ സംഭവമൊക്കെ വരുമെന്നും എല്ലാം അറിഞ്ഞു അല്ലേ? അതെ, വെള്ളിയാഴ്ച അല്ലേ ഷൂട്ടിംഗ് ഇപ്പോ മുതല്. അപ്പൊ അതോടുകൂടി പിന്നെ ഇതിന്റെ ഒരു കൗതുകം നഷ്ടപ്പെടുകയാണല്ലേ? കൗതുക മനു കുറച്ച് കാര്യം പറയാനുണ്ട്. ഈ അവിടെ ശനി ഞായർ വീക്കെൻഡില് ഷൂട്ടിങ്ങിന് പോകുന്നില്ലേ, അവരെന്നെ കുറെ ആൾക്കാർ പറയുന്നു എന്നാണ് പറയുന്നത്. അവര് തന്നെയാണ് പുറത്തുവിടുന്നതെന്നാണ് പറയുന്നത് അല്ലേ? അതെ. പക്ഷെ ഇതൊരു ഒരു നൈതികതക്കെതിരല്ലേ? ഇത് ഒരു എത്തിക്സിനെതിരല്ലേ? തീർച്ചയായും. നമുക്കൊരു സിനിമയുടെ ഒരു സ്കില്ല് കാണുമ്പോൾ അതിനെ മനു പറഞ്ഞ ആ വാചകം തന്നെ ശരിയത്. അത് മൊത്തത്തിൽ അതൊരു സ്പോയിലർ ആവും. അത് നമുക്കത് ഒരിക്കലും പിന്നെ ആസ്വദിക്കാൻ കഴിയില്ല. അത് നമുക്ക് കാണാനൊരു ഭംഗിയുണ്ടായില്ല. അപ്പൊ ഇതിനെതിരെയുള്ള നിയമ നടപടികൾ കൂടുതൽ കർശനമായി ആക്കേണ്ട സമയമായോ ഗൗതം? തീർച്ചയായും. ലാലേട്ടൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ട് ഇത് കേസെടുക്കണം തന്നെയാണ് ഞാൻ പറയാനുള്ളത്. കേസെടുത്ത് അവരെ ശക്തമായി അവർക്കെതിരെ നടപടി വരണം അല്ലേ? തീർച്ചയായും നടപടി എടുക്കണം. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ദിവാകരൻ തലശ്ശേരി, ശ്രീ ദിവാകരൻ, അങ്ങ് ഈ ട്വിസ്റ്റിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഞാനിതെല്ലാന്നും കാണുന്ന പരിപാടിയാ, എല്ലാന്നും കാണും. പിന്നെ റീക്യാപ്പായിട്ടും കാണും. പിന്നെ ഇതിന്റെ ഒരു കൗതുകം നേരത്തെ തന്നെ ലക്ഷ്മി ഔട്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നഷ്ടമായില്ലേ? ഏറ്റവും തെറ്റ് ഇന്നലെ തന്നെ ലക്ഷ്മി ഔട്ടായി എനിക്ക് വല്ലാതെ തോന്നുന്നു. നല്ല ടാലന്റഡ് ഉള്ള സ്ത്രീയാ. ബാക്കി ചെറിയതെല്ലാം ഡിസ്ക്വാളിഫൈഡ് പൊട്ടൻ കളിയെല്ലാം കളിക്കുന്നതാണ്. അഭിനയക്കാരെല്ലാം നിന്നാ കളിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ഔട്ടായത്? ഇത് വല്ല അട്ടിമറി ഉണ്ടോ ദിവാകരൻ? അവര് പാവം PR വർക്കിൽ ഇതായിട്ട് അനു നല്ലത്, അനു നല്ല. പിന്നെ ലക്ഷ്മി സൂപ്പർ ഫൈനാ. എന്ത് ടാലന്റുള്ള കുട്ടിയാ. ഏത് ടാലന്റ് ചെയ്യുന്നു. വക്കീലുമാരുടെ ബുദ്ധിയാ. അല്ല ജഡ്ജിന്റെ ബുദ്ധിന്റെ ആ കുട്ടീനെല്ലാം എന്തിനാ പേട് പോലത്തെ കുറയെണ്ണം ഉണ്ടാട്ടെ മാടൻ കളിയും കളിക്കുന്നത് എന്തല്ലോ. ഇത് ജനങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടില്ല. അതേപോലെ ഇവൻ പിന്നെ ഷാനവാസ് കുറച്ചൊരു വഴിവിട്ട പോലത്തെ കളി കളിക്കുന്നു. കുറച്ച് റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ. മറ്റേ ചെക്കൻ നല്ലത് അനീഷ് ഒരു പാവം ചെക്കൻ. അതെല്ലാം പിന്നെ മറ്റേ വടക്കേ ഇന്ത്യയിലെ വേറെ ആര്യ അതെന്തെന്ന് ആ കളിക്കുന്നത് ചെറിയ ചെക്കനാ. പൊട്ടക്കളിയോ ഒരു പെണ്ണിനെ ഇതായിട്ട് എന്തെല്ലോ കളിയും കളിച്ചാൽ പെണ്ണ് ഔട്ടായി. എന്തെല്ലോ കളി കളിക്കുന്ന അനു നല്ല അനക്ക് ആ കുട്ടി അനു ഞാൻ കിട്ടും. മറ്റേത് വെക്കല്ലേ സാറേ ആ രണ്ട് കുട്ടികളെ അത് ഇവള് ചാലഞ്ച് ചെയ്തിന്. അത് സമുദായത്തിനൊരു ശരിയില്ലാലോ, വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക. പിന്നെ ഇതല്ലേ പിന്നെ ദീപാവലി എല്ലാ ഗ്രൂമേഴ്സിനും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. സാറിന് ആരോഗ്യ സൗഖ്യം നേരുന്നു സാറേ. ശരി, ശ്രീ ദിവാകരനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഒരു കല എന്ന് പറയുന്നത് അത് നിരവധി ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒട്ടനവധി ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോ ഇതൊക്കെ ഇങ്ങനെ ചോർത്തി വിൽക്കാം എന്ന് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ കുറെ കൂടി കർശനമായി ശിക്ഷിക്കേണ്ടതുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ നമ്മുടെ
ഇത് പറയണ ശരിക്കും ആ ഒരു ആഭാസമാണ് ഇതിനകത്ത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഇത് കാണാറുണ്ടോ? ഒരു വർഷം ഞാൻ ഇടയ്ക്ക് കാണും, പക്ഷെ ഞാൻ അപ്പൊ കണ്ടിരുന്നപ്പോ ഞാൻ ചോദിക്കുന്നത് ഇതിങ്ങനെ അത് നടന്നതെന്ന് നോക്കട്ടെ, പക്ഷെ അത് പുറത്ത് വിടുന്നത് അങ്ങ് അതിനോട് താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങ് ചില ജിജ്ഞാസ അങ്ങേക്ക് നഷ്ടമാകുന്നുണ്ടോ? ഇല്ല, അങ്ങ് ഇത് ആഭാസമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ശരി, അപ്പൊ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി ഇത് ആസ്വദിക്കാത്ത ആളാണ് അല്ലേ? സാറേ നമസ്കാരം സാറേ. അങ്ങ് ഇത് ആസ്വദിക്കാത്ത ആളാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഇതിന്റെ ജിജ്ഞാസയിൽ ബോധ്യമില്ല. ഓക്കെ, ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു ജനപ്രിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതിൻ്റെ മലയാളം സീസൺ 7 എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അവർ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ഫോട്ടോയൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു, കണ്ടിരുന്നോ? കണ്ടു സാർ, കണ്ടു. അപ്പോൾ അങ്ങ് പിന്നെ കായിക മത്സരത്തിൽ വിജയിച്ചു, 5 മത്സരങ്ങളിൽ വിജയിച്ചു അല്ലേ? അതെ സാർ. അപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ ഞാൻ ഇന്നലെ പ്രേക്ഷകർ അപ്പോൾ അങ്ങ് ഈ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ പല പല ആസ്വാദന രംഗം ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതിനെ ഇങ്ങനെ ഗൂഢമായി തകർക്കാനുള്ള ഒരു ലക്ഷ്യമാണോ, അതോ ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്ന കയ്യബദ്ധമാണോ, അതോ ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണോ? സാർ, ഇത് ഒരാളിന്റെ തലയിൽ നിന്നും 20-25 പേരുടെ മനസ്സിനെ ഉൾക്കൊണ്ടും കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ചില സമയത്ത് പാളിപ്പോകുന്നുണ്ട്, ചില സമയത്ത് മോഹൻലാൽ പോലും പതറിപ്പോകുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സംഗതികൾ, രഹസ്യങ്ങൾ ചോരുന്നു. പക്ഷെ എന്തായാലും ശരി, ജനങ്ങൾക്ക് ആകാംക്ഷയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോയാണെന്ന് മാത്രമേ എന്റെ അറിവ് വെച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ സാർ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത് നല്ല ഗെയിമാണ് അതിൽ നടക്കുന്നത്. ഇപ്പോൾ ആരോ അത് കാണിൽ ആഭാസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗതം അതിനൊരു മറുപടി കൊടുക്കുന്നത്. അത് വിവരക്കേട് വിളിച്ചു പറയുന്നത് അത് നല്ലൊരു ഗെയിമാണ് നടക്കുന്നത്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വിവേകമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇവരൊക്കെ അതെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. തീർച്ചയായും പുറത്തു വിടാൻ പാടില്ല. ഒരു തെറ്റായ ഒരു മെസ്സേജാണ് പുറത്ത് കൈമാറുന്നത്. വീക്കെൻഡിൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് ഗൗതം എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നു. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മഹി കേൾക്കാമോ? ഈ ഇന്നലെ ആരൗട്ടാകും എന്നാണ് മഹി യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നത്? ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് ആരൗട്ടാകുമെന്നാണ് താങ്കൾ വിചാരിച്ചിരുന്നത്? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വരും. അങ്ങ് ഇത് കാണാറുണ്ടോ? ഈ പരിപാടി അങ്ങ് കാണാറുണ്ടോ? കാണാറില്ല. അപ്പൊ നിങ്ങൾക്ക് മറ്റേ കാണുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ. എല്ലാ ദിവസവും അഭിപ്രായം കാണുന്ന ആളുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ. ഓക്കെ, ഗോപകുമാർ കൈമനത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപകുമാർ, അങ്ങ് ഇന്നലെ ഈ പരിപാടിയിൽ നിന്ന് ആരൗട്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഞാനിത് സ്ഥിരം കാണുന്ന പ്രോഗ്രാമാണ്. ആരൗട്ടാകും എന്നാണ് അങ്ങ് പ്രതീക്ഷിച്ചത്? അക്ബർ പോകുന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണ് അക്ബറിനെ അനാവശ്യമായി ബിഗ് ബോസ് ചേർത്ത് പിടിക്കുന്നുണ്ടെന്നൊരു പരാതി ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അയാളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അയാള് അതിനകത്ത് ഭയങ്കര ഗ്രൂപ്പ് പിടുത്തവും അങ്ങനെ ഈ തുടക്കത്തിലേ ഞാൻ കാണുന്നതാണ്. ഈ ഗ്രൂപ്പ് പിടുത്തവും അങ്ങനെ അനാവശ്യമായിട്ട് നമ്മളെ അനു എന്ന് പറയുന്ന ആ കുട്ടി വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ആ കുട്ടിയെ ഇന്നലെ സത്യത്തിൽ പുറത്തു പോകേണ്ടിയിരുന്നത് അക്ബറാണ്. അക്ബർ പോയില്ല. അതിന് പുറകിൽ എന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടാവുമോ ശ്രീ? നമുക്കെങ്ങനെ ഇത് അവരെ ടെക്നീഷ്യന്മാരെ കയ്യിൽ പോയതായി. പക്ഷെ അവര് നല്ല കാൻഡിഡേറ്റ് ആണ്. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ അവര് നല്ല വിദ്യാഭ്യാസവും നല്ല അവരുടെ സംസാരവും അവരെല്ലാം നല്ല ഇതുള്ളതാണ്. എന്നിരുന്നാലും പക്ഷെ ഈ അക്ബർ പോകാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ സുധ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി സുധ. ഹലോ. ശ്രീമതി സുധയ്ക്ക് ബിഗ് ബോസിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇഷ്ടം അനുവിനെയാണ്. അനു ഇപ്പൊ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിനോ എന്തോ ഒരു കറുത്ത് ഒരു പയ്യനുണ്ടല്ലോ, ഒരു വട്ട പിടിച്ച് നടക്കുന്നേ. അവൻ അവളുടെ ബെഡിൽ കയറി കിടക്കുന്നു, അവൾ എടുക്കുന്നതെല്ലാം വലിയ പ്രശ്നമായിട്ട് കാണുന്നു. അവനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും. ഇങ്ങനെയൊക്കെ ഉള്ള ആകെ പ്രശ്നങ്ങള്. എന്തായാലും നേരത്തെയൊക്കെയുള്ള ബിഗ് ബോസ് എത്ര നല്ലായിരുന്നു, ഇപ്രാവശ്യത്തെ മൊത്തം. അപ്പം ഞാൻ ഒരു കാര്യം ശ്രീ സുധയോട് ചോദിക്കട്ടെ. ഈ ബിഗ് ബോസ് ഇപ്പോൾ ഇന്നലെ ഈ ലക്ഷ്മി ഔട്ടാകുമെന്ന് സുധ കരുതിയിരുന്നോ? ആ ലക്ഷ്മി നല്ല കുട്ടിയാ, അവള് നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചില വിവരങ്ങൾ ചിലർക്കൊക്കെ കിട്ടി. ഇപ്പം എന്നോട് ഗൗതം പറയുന്നത് വെള്ളിയാഴ്ച തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരൊക്കെ അറിഞ്ഞു ഈ ലക്ഷ്മി പുറത്താകുമെന്ന്. ഇത് ചില ഇൻ്റർനെറ്റ് ചാനലുകളിലൊക്കെ വരുന്നു. അപ്പോൾ അത് ശരിയാണോ? അതിനെതിരെ ഒരു നടപടി വേണ്ടേ
ശ്രീ സുധ. തീർച്ചയായും വേണം സാറേ, അങ്ങനെ രഹസ്യം പുറത്തു പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും വൈകുന്നേരം ഇത് ഒറ്റയ്ക്കാണോ കാണുന്നത്, കുടുംബസമേതം ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് കുടുംബസമേതം ഇരുന്ന് കാണുന്നു? അപ്പോൾ അനു ജയിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അല്ലേ? അനു ജയിക്കണം. അനു പാവം കൊച്ചാ. ആണോ? എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ടാണോ? അല്ല, ഇപ്പൊ അവള് ഒത്തിരി ഒതുങ്ങിയല്ലോ. ആദ്യമൊക്കെ അവള് പ്രശ്നമായിരുന്നു, ഇപ്പൊ അവള് ഒത്തിരി ഒതുങ്ങിയല്ലോ. അത് ഇപ്പം പക്ഷെ അവളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിനോ എന്തോ അവന്റെ പേര്. അവനെയൊക്കെ അങ്ങ് ഔട്ടാക്കുക. എന്തിനാ ആ കൊച്ച വളരെ മാനസികമായിട്ട് വിഷമിക്കുക. അവളുടെ ബെഡിൽ കയറി കിടക്കുക. അതുപോലെ തന്നെ അവൾ എടുക്കുന്നതിലെല്ലാം അവളെ വളരെ മോശമായിട്ടും തരം താഴ്ന്ന രീതിയിലാണ് സംസാരിക്കുന്നേ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. രമേശ് എന്നോടൊപ്പം കോയമ്പത്തൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ രമേശ് കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, കോയമ്പത്തൂർ. പാലക്കാടുകാരനാണെന്നാണ് എന്നോട് ഒന്ന് പറഞ്ഞു. ആണോ? അതെ, പാലക്കാടുകാരനാണ്. പാലക്കാട് എവിടെയാണെന്നാ പറഞ്ഞത്? പാലക്കാട് കുനിശ്ശേരിക്കാരനാണ്. അപ്പോൾ ശ്രീ രമേശ് കോയമ്പത്തൂര് ജോലിക്ക് പോയി മടങ്ങി വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ? അതോ അവിടെ സ്ഥിര താമസമാണോ? ഞാൻ അങ്ങനെ വരും, നാട്ടിലേക്ക് വരും അല്ലേ? നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ മലയാളികളൊക്കെ കോയമ്പത്തൂരൊക്കെ ബിഗ് ബോസ് ആസ്വദിക്കുന്നുണ്ടോ രമേശ്? ബിഗ് ബോസ് പറഞ്ഞ ഇത് എന്റെ അഭിപ്രായത്തിൽ അതൊരു പശ്ചാത്യ രാജ്യങ്ങളില്ലേ, ഒരു കൾച്ചർ ഇല്ല. ഞാൻ ഒരിക്കൽ കണ്ടിട്ട് എനിക്ക് അതൊരു ഭയങ്കര ബോറായിട്ട് തോന്നിയത്. അപ്പൊ പിന്നെ ഇതിന് ജിജ്ഞാസയില്ല, കൗതുകമില്ല, ചോർന്നാൽ അല്ലല്ല, അങ്ങനെയല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചോദ്യം ഇതിലെ വിവരങ്ങൾ ചോരുന്നത് അങ്ങയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങ് കാണുന്നില്ല, വിവരങ്ങൾ ചോർന്നാൽ അങ്ങേ അത് കാണുന്നുണ്ട്. വീട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലെ ആരൗട്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചോരുന്നത് അങ്ങയെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ള അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ അത് അഭിപ്രായം പറയാനുള്ളവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇല്ലാത്തവർക്ക് അല്ല, നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയണ്ട. അപ്പോൾ അറിയാവുന്നവർ അറിയാവുന്ന വിഷയത്തിൽ അഭിപ്രായം പറയണ്ട. അല്ല, അത് ആ വിഷയം ചർച്ച ചെയ്ത ദിവസം അങ്ങേക്ക് അത് പറയാം. ഇപ്പൊ ഇത് കാണുന്നവരുടെ അല്ല, ഇതെന്താ രമേശ് ഇത് മനസ്സിലാവാത്ത എന്താ? ഇത് ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ ഇത് കാണാത്ത അങ്ങ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്താ ഔചിത്യമാണുള്ളത്? ഒരു മിനിറ്റ്, അങ്ങ് ഇത് മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നേ. ഇതെന്താണ് ഇങ്ങനെ? എനിക്കിത് മനസ്സിലാത്തത്. ഒരാൾ തന്നെ പറയണം എന്ന് എന്താണ് നിയമം? ഇത് കാണുന്ന ആളുകൾക്ക് ഇതിൽ ജിജ്ഞാസ തോന്നുന്നുണ്ടോ? ഇതിൽ നിയമ നടപടി വേണമെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ അങ്ങ് ഇത് കാണുന്നില്ല, ഇതിൽ നിയമ നടപടി കർശനമാക്കണമെന്ന് ചോദിച്ചില്ല, അങ്ങേക്ക് അഭിപ്രായമില്ല. എന്നിട്ട് പിന്നെ അങ്ങ് ഇത് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാൾക്ക് അവസരം കൊടുക്കൂ. ഇതിൽ ആ വിഷയത്തിൽ അഭിപ്രായമുള്ള ആൾക്ക്. അങ്ങേക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല, അങ്ങ് ഇത് കാണുന്നില്ല. ഓക്കെ, രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേർന്ന് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? കുറേയധികം നാളായി. നമുക്ക് പഴയതുപോലെ ഇപ്പം വലിയ റഷ് ആയതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. നല്ല കാര്യം കിട്ടാത്തത് കൊണ്ടാണല്ലേ? അതെ അതെ, കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറയുന്നു, അതുകൊണ്ട് തിരക്ക് കൂടുന്ന നല്ല കാര്യമാണല്ലോ അത്. അല്ല, ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ വരും എന്നിങ്ങനെ ഇടക്ക് നോക്കാറുണ്ട്. തീർച്ചയായിട്ടും പറ്റിയോ? തിരക്കായതുകൊണ്ടാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ എനിക്ക് ഒരു കാര്യം സന്തോഷമുണ്ട്. കാരണം തിരക്ക് കൂടുന്നതിന് അർത്ഥം കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറയുന്നല്ലോ. അതെ, അപ്പൊ ഞാൻ പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടണമെന്ന് തന്നെയാണ്. ചില ആളുകൾ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ, കാരണം അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ചില ആളുകൾക്ക് അവർക്ക് അറിയാത്ത കാര്യത്തിൽ അറിയുന്ന കാര്യത്തിലും ഒക്കെ അഭിപ്രായം പറയണമെന്നുള്ളൊരു വാശി, അത് പറ്റില്ല. അപ്പൊ നമ്മളിപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ചില വിഷയങ്ങൾ വളരെ ഗൗരവമായി നോക്കിക്കാണുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ അഭിപ്രായം കേൾക്കാനാണ് മറ്റാളുകൾ ഇരിക്കുന്നത്. അപ്പൊ അതും കൂടി പലപ്പോഴും ശ്രദ്ധയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ വിഷയം ഇപ്പൊ ഈ ബിഗ് ബോസിലെ വിവരങ്ങൾ നേരത്തെ തന്നെ ചോർത്തുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അത് വരുന്നു. അത് ഒരുപക്ഷെ സംഘാടകരുടെ ചില പിടിപ്പുകേടുകൾ അതിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സിനിമ പല കാര്യങ്ങൾ ഒരു ആസ്വാദനം ഒരു 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 മേഖലയാണ്. അതിനെ മുഴുവൻ തകർക്കുന്ന ഇത്തരം ഗൂഢാലോചനകളെ നമ്മൾ കുറെ കൂടെ ഗൗരവത്തിൽ നേരിടണോ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ? തീർച്ചയായും. നിങ്ങൾ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ജിജ്ഞാസ കാണിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമാണ്. നോക്കൂ, നമ്മളിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് നയിക്കുന്നതിന്, അഴിമതിക്കെതിരെ പോരാടുന്നതിന്, അധർമ്മത്തിനെതിരെ പോരാടുന്നതിനൊക്കെ ആണല്ലോ നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. അപ്പൊ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പോസിറ്റീവോ നെഗറ്റീവോ അത് അത്തരത്തിലുള്ള അഭിപ്രായം അവിടെ നിൽക്കട്ടെ, എങ്കിലും നിങ്ങൾ എടുക്കുന്ന ആ എഫർട്ട് ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ അഴിമതിയാണല്ലോ.
കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതലാളിത്ത വിഭാഗങ്ങളോ ഒക്കെ തന്നെ ഇത് ലീക്ക് ചെയ്ത് ചില നമ്മളെ ക്രിക്കറ്റ് വാതുവെപ്പൊക്കെ ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ള ഒരു അഴിമതിയുടെ സ്വഭാവത്തിൽ ഇത് വരുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെയാണോ? അതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഒരുപക്ഷെ അങ്ങ് പറഞ്ഞൊരു സാധ്യതയും കൂടി അതിനുണ്ട്. ഇത് പിന്നെ വാതുവെപ്പും കാര്യങ്ങളും പക്ഷേ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഒരു പരിപാടി ഒരു വിഭാഗം അത് നന്നായി നടത്തുന്നു. പക്ഷേ അതിലെ ആദ്യത്തെ കാര്യങ്ങൾ ചോർത്തിയെടുത്ത് അത് ജയിക്കുന്ന വേറൊരാളാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇന്ന് ഔട്ടാകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ ചില സൈറ്റുകളിൽ വരികയാണ്. അപ്പോൾ അത് അതിൻ്റെ മൊത്തത്തിലുള്ള കൗതുകത്തെ ബാധിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ആധുനിക സാങ്കേതിക വിദ്യ അനുദിനം വർദ്ധിച്ചു വരികയാണല്ലോ. അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, നമ്മുടെ വിനോദ അഭിരുചികളൊക്കെ തന്നെ മാറുകയാണ്. അപ്പോൾ അഴിമതിക്കാരും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മറ്റു ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു കച്ചവട വിഭാഗം പുതിയ തലമുറയിലെ ഈ IT വിഭാഗത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ സംവിധാനം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ സംവിധാനം, നമ്മുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളിൽ വരുന്ന പുതിയ ഈ വിനോദ പരിപാടികളാണല്ലോ ഇത്. അപ്പൊ അതിൽ പുതിയ തരത്തിലുള്ള അഴിമതിക്ക് അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും നേട്ടത്തിനുള്ള ഉപാധിയായിട്ട് ദോഷെതിർക്കുകൾ അല്ലെങ്കിൽ ഏതിൽ നിന്നും പണം മാത്രം കൊതിക്കുന്ന ചിലർ പല രീതിയിൽ അത് വിനിയോഗിക്കാം. അതൊക്കെ ഇനി ചർച്ചയിൽ വരേണ്ടതാണ്. പുതിയ തലമുറ അത് ഒന്ന് ഗൗരവമായി നമുക്ക് ചിന്തിക്കാം. വളരെ വ്യക്തമാണ്. നാളുകൾക്ക് ശേഷം അങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അബ്ദുറഹ്മാൻ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ സജി എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നാണ്. ശ്രീ സജി. അതെ, ഹലോ. ശ്രീ സജി, ഇന്നലെ ആര് പുറത്താകുമെന്നാണ് വിചാരിച്ചത്? സജി, ഇന്നലെ അക്ബർ പുറത്താകുമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും അക്ബർ പുറത്താകുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എങ്ങനെ, എനിക്കൊരു ചെറിയ സംശയം, ഇതിൽ ഈ എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റി കാണിച്ചോ അക്ബറിനോട്? എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് പാർഷ്യാലിറ്റി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബിഗ് ബോസിന്റെ സംഘാടകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതൊന്ന് മനസ്സിലാക്കും. കാരണം എന്നോടും പല ആളുകളും പറഞ്ഞത് അക്ബർ പുറത്താകുമെന്നാണ്. പക്ഷേ ചിലർ പറഞ്ഞു, നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്ന് ലക്ഷ്മി പുറത്താകുമെന്ന് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞു എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഗൗതം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിഞ്ഞു, അത് ലീക്കാകുന്നു. അപ്പോൾ ഇത് ഇത്തരം പരിപാടികൾ ലീക്കാകുമ്പോൾ പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള കൗതുകം പൂർണ്ണമായി തകരുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതില് അതിന്റെ ഉള്ളിൽ തന്നെയാണ് സംഘാടകരുടെ ഉള്ളിൽ തന്നെ ഇതിൽ ചാരന്മാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ നേരത്തെ തന്നെ അവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ആ ഒരു പരിപാടിയെ അതിനെ തന്നെ ഒരു മോശം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അവർ നടത്തുന്നത്. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ അനീഷ് എന്നോടൊപ്പം ചേരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അനീഷേ. ഹലോ. ശ്രീ അനീഷ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ കടൽപ്പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് ബിഗ് ബോസ് എപ്പോഴാണ് കാണുന്നത്? ഞാൻ രാത്രി 9 കാണുന്നത്. അപ്പോൾ ഇന്നലെ ഈ എവിക്ഷൻ ഒരു കൗതുകത്തോടെ വലിയ ഉത്സാഹത്തോടെയൊക്കെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് നേരത്തെ അറിയുമ്പോൾ അത് ആ ഷോയെ ബാധിക്കുമോ, അതോ അറിഞ്ഞാലും ഇത് കാണണമെന്നുള്ള താല്പര്യമുള്ളവരാണോ മനുഷ്യർ? അല്ല, ഇത് നേരത്തെ അറിയും. അതെ. അതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് നടക്കുന്ന പരിപാടി നാളെ കാണിക്കത്തുള്ളൂ. നടക്കുന്നില്ലേ? അപ്പൊ ഇന്നലെ ഈ ലക്ഷ്മി പുറത്താകുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. ലക്ഷ്മി പുറത്താകൂല്ല. ലക്ഷ്മിക്ക് ഏറ്റവും കൊള്ളാത്ത ഗെയിമറാണ്. ഹലോ. അല്ല, ലക്ഷ്മി നല്ല ഗെയിമർ അല്ല. അല്ല, അക്ബറാണോ കുറെ കൂടെ നല്ല ഗെയിമർ? അക്ബർ 5-1 സ്ഥാനം കിട്ടും. അതെയോ? 5-1 സ്ഥാനം. എനിക്ക് തോന്നുന്നു 1ാമത് വരും കേട്ടോ അക്ബർ. അതെ. അപ്പൊ ചില ആളുകൾ എന്നോട് പറയായിരുന്നു അക്ബർ തീരെ പോരാ, അദ്ദേഹം കിട്ടിയാണെന്ന് പറഞ്ഞു. അല്ല, അത് വേറെ വ്യക്തി പറയുന്നത്. അത് മനസ്സിലായേ? അത് ശരി. അത് വേറെ വ്യക്തി പറഞ്ഞു, വേറൊരാള് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ കേട്ട്. അത് പറയുന്നത് എല്ലാം അത് അക്ബർ ഒരു മുസ്ലിം വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല. ഇതിലൊക്കെ ജാതിയും മതവും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ജാതി മതമൊക്കെ നോക്കിയാണോ ആളുകൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല പറഞ്ഞവരെല്ലാം പറഞ്ഞിട്ടുണ്ട് അക്ബർ അക്ബറല്ല പോണ്ടത് ലക്ഷ്മി, പിന്നെ സാബുമാൻ, അവരൊക്കെയാണ് ഗെയിം ഏറ്റവും കുറഞ്ഞ ഗെയിമർ. അതെ, ശരി. 5 ചിലപ്പോ 1 ഒരു 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒക്കെ വരും അക്ബർ. ശരി. അപ്പൊ 1ാം സ്ഥാനം ഡിക്ലെയർ ചെയ്യുന്ന ദിവസം
അപ്പോൾ ഞാൻ അനീഷിനെ വിളിക്കാം. ചിലപ്പോ നെവിൻ വരും. നെവിൻ. അപ്പോൾ അനീഷിന് അതേ പേരുള്ള ഒരു മത്സരാർത്ഥി അവിടെ ഉണ്ടല്ലോ, അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞ ആരൊക്കെ വരുമെന്ന് പറയാ, നെവിൻ, പിന്നെ അക്ബർ, പിന്നെ അനീഷ്, അനു. അപ്പൊ എല്ലാവരും പേര് പറഞ്ഞാൽ പിന്നെ ആര് ഒരാളുടെ പേരെ പറയോ? ആര് ജയിക്കും? അല്ല, അഞ്ച്. അങ്ങനെ പറ്റില്ല, അത് പറ്റില്ല. ഒരാളുടെ പേരെ പറയോ? അക്ബർ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മത്സരം കഴിയുന്ന ദിവസം എന്നെ വിളിക്കണം. പിന്നെ ഹലോ, അത് ഇപ്പൊ മറ്റേ വെള്ളിയാഴ്ചയാണ് മറ്റേ എടുത്തിരിക്കുന്നത്. മറ്റേ എഡിറ്റിംഗ് പോയത് വെള്ളിയാഴ്ചയാ. അപ്പൊ ഈ വെള്ളിയാഴ്ച പോകുന്നത് ഈ ശനിയും ഞായറും പപ്പാതി 1.5 മണിക്കൂർ വരെ കാണിക്കുന്നത് അത്. അപ്പൊ ഇന്ന് ഈ അവിടെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അവിടെ ഈ ലാലേട്ടന്റെ കൂടെ ആൾക്കാരെ. അവര് പുറത്തു വിടുന്നേ ഇത്. അതെ, ശരി ശരി. അവിടെ ഈ ചാനലുകാർ കാണും, ഈ മറ്റേ ഉണ്ടല്ലോ യൂട്യൂബ് ചാനലുകാരൊക്കെ ഉണ്ടല്ലേ. അതെ, ശരി. അപ്പൊ ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ഷിനോജ് എന്നോടൊപ്പം കണ്ണൂരിൽ നിന്നാണ് ഞാൻ. ഷിനോജ് എവിടുന്ന, കണ്ണൂരിൽ എവിടുന്നാ വിളിക്കും ഷിനോജ്? കണ്ണൂർ അഞ്ചരക്കണ്ടി എയർപോർട്ട്, മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. അഞ്ചരക്കണ്ടി നിന്നാണോ? അത് ശരി. അഞ്ചരക്കണ്ടി കീഴൂർ വളയാർ പാലയോട് വിളിക്കുന്നതാണ്. പിന്നെ അഞ്ചരക്കണ്ടി എനിക്ക് നല്ലോണം അറിയാവുന്ന സ്ഥലമാണ് ഷിനോജ്. ഹലോ. അഞ്ചരക്കണ്ടിയിൽ എവിടെയാണ്? അഞ്ചരക്കണ്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങളുണ്ടല്ലോ. പാലയോടാണ്. അത് ശരി. അപ്പൊ എയർപോർട്ട് അടുത്തുണ്ട് അല്ലേ? ഹലോ. അഞ്ചരക്കണ്ടി കീഴൂർ പാലയോട് സാറേ. ഞാനങ്ങ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ അഞ്ചരക്കണ്ടിക്ക് അടുത്താണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ അഞ്ചരക്കണ്ടിക്ക് അടുത്താണ് ജനിച്ചത്. കാവിൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് അഞ്ചരക്കണ്ടിക്കാരോട് എനിക്ക് പ്രത്യേക സ്നേഹമാണ്. പ്രത്യേകിച്ച് പക്ഷെ ഈ ഷിനോജ് പക്ഷെ ഈ കാവിൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്താണ് അല്ലേ? അപ്പൊ സ്നേഹക്കുറവൊന്നുമില്ല, അവിടെയുള്ള എല്ലാവരോടും സ്നേഹം തന്നെ, പ്രത്യേക സ്നേഹം തന്നെ. അപ്പൊ ഷിനോജ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ എന്നോട്? ഞാൻ സെക്യൂരിറ്റിയുടെ സപ്ലൈക്ക് ആയിരുന്നു, കുറച്ച് നിർത്തിയിട്ടുള്ളത്. നിർത്തി. ഓക്കെ. ഞാനിത് ബിഗ് ബോസ് കാണാറില്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത് സാറ്. കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കും. കാരണം സാറ് പറയാൻ കാരണമുണ്ട്. സാറ് പറഞ്ഞല്ലോ ഇത് മുൻകൂട്ടി പറയുന്നത് പോലെ കാര്യം ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞത്, കാര്യങ്ങൾ ബിഗ് ബോക്സിലെ. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഒരു മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ഞാൻ ചാനൽ വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിൽ കാണുന്ന കാഴ്ചയും മനസ്സിലെ വോയിസും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന സിസ്റ്റം ഇല്ല. ഒരു മൊബൈൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുപോകാൻ. അത് ഞാൻ ചാനലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധമുണ്ടെന്നല്ല പറഞ്ഞത്, അങ്ങനത്തെ സിസ്റ്റമിലെ കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ഗൾഫിൽ കൊണ്ട് നമ്മളെ വീട്ടിനടുത്തുള്ള ആൾക്കാർ എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ബന്ധപ്പെട്ട് ഞാൻ ക്രൈമൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് വേറെ തിരിച്ചറിയുകയാണ്. അതെ, മൊബൈൽ മനസ്സിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഞാനെന്ത് സത്യമോ അസത്യമോ പറയുന്നത് പോലും, അത് മാത്രമല്ല മനസ്സിൽ കാണുന്ന കാഴ്ച, മനസ്സിൽ വോയിസിന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാ അവർക്ക് മനസ്സിലായി? അത് എനിക്ക് മനസ്സിലായി. ഞാൻ അവര് പറയുന്നത് ഞാൻ കമന്ററി കേൾക്കാം സാറ്. ഞാനെന്ത് ചെയ്യുന്ന കമന്ററി കേൾക്കുവാണ് സ്പീക്കറിൽ. എനിക്ക് തോന്നുന്നു ഷിനോജിനെ അവർ പറ്റിക്കുകയാണോ എന്ന് എനിക്ക് സംശയം. അല്ല സാർ, നമുക്കിപ്പോ ഞാൻ ചെയ്യുന്ന മനസ്സിൽ പരാതി കൊടുക്കും, നമുക്കതൊന്ന് അന്വേഷിക്കാം. മനസ്സ് വായിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ട് എന്ന് അറിയുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഷിനോജ് കേൾക്കും, അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കും. അതായത് അഞ്ചരക്കണ്ടിയിൽ ഞാൻ എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ പല ആളുകൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും, എനിക്ക് അവരുടെ മനസ്സൊക്കെ വായിക്കാൻ കഴിയും. അവർ ഇന്ന സ്ഥലത്തു നിന്നല്ലേ ഇന്ന ജോലിയിൽ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറയും. അത് മൊബൈൽ കൊണ്ടല്ല, അത് എൻ്റെ കുറേ കാലത്തെ പരിചയം കൊണ്ട് ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. ഏതായാലും ഞാനിതൊന്ന് അന്വേഷിക്കാം. അഞ്ചരക്കണ്ടിയിൽ അങ്ങനെ മനസ്സ് ചെയ്യാൻ പോകുന്ന കാര്യം പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതൊന്ന് കണ്ടുപിടിക്കാം. ശരി, ഞാൻ നോക്കാം. ഓക്കെ, ഞാൻ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ശരി, ഓക്കെ. ഓക്കെ. ഡിബിൻ ദാസ് എന്നോടൊപ്പം ചേരുന്നു, കോഴിക്കോട്. ഡിബിൻ സാറേ, എന്നുവെച്ചാല് ലക്ഷ്മിയും അൻവറും കൂടിയാണ്ട് പോയല്ലോ കാറിൽ പോയി. അപ്പം ആര് മടങ്ങി വരുന്ന ഡിബിൻ വിചാരിച്ചത്? അല്ല, ഞാൻ രണ്ടാളും കൂടി ഒരുമിച്ച് വരുന്ന ഞാൻ വിചാരിച്ചേ. അത് ഫേക്ക് എവിക്ഷൻ ആയിരിക്കും വിചാരിച്ചല്ലേ? അല്ല, രണ്ടാളും എവിക്ഷനിൽ പോയതാണല്ലോ, അപ്പം രണ്ടാളും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അല്ല, പക്ഷെ ബിഗ് ബോസ് അതിൽ പറയുന്നുണ്ടല്ലോ 2 പേർ പോകും, ഒരാളെ വരുള്ളൂ. 2 കാറുകൾ വന്നപ്പോ 2 കാർ പേരുണ്ടെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ രണ്ടാളും ഒരുമിച്ചാവും, അല്ലെങ്കിൽ ഒരു കാറാണ്ട് പോവുകയും ചെയ്ത് പിന്നെ ഒരു കാർ നിർത്തിയപ്പോ രണ്ടാളും ഉണ്ടാവും എന്നുള്ളൊരു ടിസ്റ്റ് പൊട്ടും. അപ്പൊ ലക്ഷ്മി പോയതിൽ വലിയ സങ്കടം ഉണ്ടോ ഡിബിന്റെ? അതോ പോട്ടെ? സങ്കടം എന്ന് പറഞ്ഞാല് രണ്ടാളും വീട്ടിൽ വന്നാണല്ലോ. അപ്പൊ ആര് പോണമെന്നായിരുന്നു ഡിബിൻ ആഗ്രഹം? അല്ല,
ആരോടെ ചോദിക്കുകയാണ്? അങ്ങനെ ആരോടെ ചോദിക്കുന്നത്? സാറേ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ആരോടെ അവിടെ ചോദിക്കുന്നത്? ബന്ധുക്കൾ ആരെങ്കിലും സമീപത്തുണ്ടോ? ഇല്ല. ശരി, ഓക്കെ, താങ്ക്സ്. ഒന്ന് വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. കീർത്തി എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ കീർത്തി. ഗുഡ് ആഫ്റ്റർനൂൺ. കീർത്തിക്ക് വിഷമം തോന്നിയോ വേദലക്ഷ്മി പുറത്തു പോയപ്പോൾ? ഇല്ല സാർ, വിഷമം തോന്നിയില്ല. കാരണം ഓൺലൈൻ മീഡിയാസ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയാണ് പോകുന്നതെന്ന്. അതാ ഞാൻ അങ്ങനെ ഒരാളെ കാത്തിക്കണം. അത് എങ്ങനെ ഈ ഓൺലൈൻ മീഡിയക്ക് ഇത് കിട്ടുന്നത് കീർത്തി? അതെ സാർ, എനിക്ക് തോന്നുന്നു സംഘാടകർ വഴി വല്ലതും ചോരുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിപ്പോൾ ഒരു കാര്യം, അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടക്കുന്നതൊക്കെ ഞാൻ നേരത്തെ കുട്ടി അറിയില്ല. പക്ഷേ അതെനിക്കൊരു മാന്യത, ഒരു എത്തിക്സ് ഇല്ല. ഞാനത് പുറത്തു പറയില്ല എന്നുള്ളൊരു ധൈര്യം, അത് ജനങ്ങൾ അറിയേണ്ട സമയത്ത് ചാനലിൽ വരുമ്പോൾ അറിയട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ എന്ത് വിളിക്കണം കീർത്തി? അതെ സാർ, അതിന് വേറെ പേരിട്ട് വിളിക്കണം. പക്ഷെ എത്തിക്സ്, നമ്മളെ പോലുള്ള എത്തിക്സ് ഉള്ളവര് അത് പുറത്ത് പറയത്തില്ല. കാരണം ഇവർക്ക് ഒരുപാട് ഇപ്പൊ നമ്മള് മുക്കിലും മൂലയിലും എല്ലാ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പൊ അതുവഴി നേരത്തെ ഉള്ള കാര്യങ്ങൾ പുറത്ത് വിടുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിന്റെ ഒരു കൗതുകം കുറയുകയും അവരുടെ ചാനലിലുള്ള വ്യൂസ് കൂടുകയും ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് കർശന നടപടി ഉണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ നടപടി ഇല്ലാത്തതാണോ ഇവർക്കൊരു ധൈര്യമാകുന്നത്? ഇത് ചെയ്താലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് സൈബർ ടീം കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് പരാതികളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ സൈബർ ടീം ഒന്നുകൂടെ ആക്റ്റീവ് ആയാൽ എല്ലാം ഓക്കെ ആവും തോന്നുന്നു. ഓക്കെ. അപ്പൊ ശ്രീമതി കീർത്തി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ അല്ലെങ്കിൽ വീട്ടിൽ അതോ പഠിക്കുകയാണോ? ഞാൻ ഹൗസ് വൈഫ് ആണ്. സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. സ്കൂളിലാണോ വർക്ക് ചെയ്തത്? അപ്പൊ ഇപ്പൊ എന്താ പോകത്തെന്താ? പ്രൈവറ്റ് സ്കൂളായിരുന്നു സാർ. പിന്നെ എനിക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയാ പോയത്, പോയിട്ട് ഇപ്പൊ പോകുന്നില്ല. അല്ല, പക്ഷെ തയ്യൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ഒരു ഭയങ്കരമായ ഒരു ആർട്ടാണ്. ഒരു മനുഷ്യനെ ഇപ്പൊ തയ്യൽ എന്നല്ലേ എന്നോട് പറഞ്ഞത്? ടീച്ചിങ് ആണ്. സ്കൂളിലാണ്. ഓക്കെ. സ്കൂളിൽ അപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് എന്ത്? അപ്പൊ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള നല്ല അവസരമല്ലേ കുട്ടികളുടെ ഒപ്പം? നമ്മൾ ചെറിയ കുട്ടികളുടെ ഒപ്പം നിൽക്കുമ്പോൾ അതൊരു വലിയൊരു എൻജോയ്മെന്റ് അല്ലേ? അതെ സാർ, ചെറിയ കുട്ടികളല്ല, ഹൈസ്കൂൾ ക്ലാസ്സിലാ, ചെറിയ കുട്ടികളാണ് അവര്. ഈ സ്കൂൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. ഹൈസ്കൂള് എൻ്റെ മോനൊക്കെ ഹൈസ്കൂളിലാണ്, 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുട്ടികളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം നടക്കുക, പ്രത്യേകിച്ച് 8, 9, 10 പഠിക്കുന്ന പിള്ളേരാകുമ്പം അത് നമ്മളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ടൈമല്ലേ, അതല്ലേ നല്ലത്? അതെ സാർ, എൻ്റെ മോനും കുഞ്ഞായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ അതിനുശേഷം പോകുന്നില്ല. കുട്ടിയെ നോക്കേണ്ട ഒരു പ്രയാസമുണ്ടല്ലേ. പക്ഷേ ഏതായാലും അപ്പം മീനാക്ഷി കീർത്തി എന്ത് സബ്ജക്റ്റാണ് പഠിച്ചത്? ഹിന്ദിയാണ് സാർ. ഹിന്ദി. അപ്പോൾ നമ്മൾ ഇതൊരു വലിയൊരു നേട്ടമാണ്, നമ്മുടെ രാഷ്ട്രഭാഷയാണ്. നമുക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല ഇപ്പോൾ. ആര് പറഞ്ഞു? ഞാൻ ഈ ഹിന്ദി അറിയാവുന്നതിൻ്റെ വലിയ നേട്ടമാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ എവിടെ ചെന്നാലും ഹിന്ദി അറിയാത്ത ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. പല ആളുകൾക്കും പക്ഷേ ഹിന്ദി അറിയാത്തവർ കുടുങ്ങിപ്പോകും. പച്ചവെള്ളം കിട്ടില്ല. നമ്മള് ഈ ഇപ്പൊ ഹൈസ്കൂളല്ല UP സെക്ഷൻ മുതൽ മാത്രമേ ഹിന്ദി എടുക്കുന്നുള്ളൂ. ഇപ്പൊ LP തൊട്ട് എടുത്ത ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ ലൈഫ് ഓക്കെ ആവും തോന്നുന്നു, രക്ഷപ്പെടുമെന്ന് തോന്നുന്നു നമ്മളെ PSC വഴിക്ക്. അതെ. ഏതായാലും നമുക്ക് ധാരാളം ഹിന്ദി ടീച്ചർമാർ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഭാഷ ഒരു വലിയൊരു ആയുധം പോലെയാണ് കേട്ടോ. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ന്യൂസ് 18 പല ഭാഷകളുണ്ട് ചാനലിൽ. ന്യൂസ് 18 അഹോം നോർത്ത് ഈസ്റ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, പിന്നെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഉണ്ട്, മധ്യപ്രദേശ്, ബീഹാർ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവം നമുക്ക് ഉത്തർപ്രദേശിലെ ചാനലിൽ ഹിന്ദി അറിയാമെങ്കിൽ ഇവിടുന്ന് സുഖമായി റിപ്പോർട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് വലിയ ആയുധമാണ്. സാംസ്കാരിക ഐക്യം കൊണ്ടുവരാനും ഭാഷയ്ക്ക് സാധിക്കും. അതെ. യെസ്. അപ്പോൾ അത് വളരെ നല്ലതാണ്. അപ്പോൾ കീർത്തി ഒരു ഹിന്ദി അധ്യാപികയാണെന്ന് മനസ്സിലാക്കിയത് സന്തോഷം. ഓക്കെ. അപ്പോൾ ശ്രീമതി മീനാക്ഷി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം സാർ. നമസ്കാരം. മീനാക്ഷി എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്, ടീച്ചറായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. എന്താണ് ഈ ടീച്ചർമാരൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ നോക്കി വീട്ടിലിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നല്ലേ? അതെ. അപ്പൊ കുറച്ച് കുഞ്ഞു വലുതായാൽ നമുക്ക് കുറച്ച് ഭർത്താവിനോട് കുറച്ച് നോക്കാൻ പറയണം, നമുക്ക് ജോലിക്ക് പോകാം അല്ലേ? പോകുന്നുണ്ട്, എക്സാം ഒക്കെ എഴുതുന്നുണ്ട്, PSC ഒക്കെ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രേക്ഷക പറഞ്ഞു, നമ്മൾ നിരന്തരം ഇപ്പോൾ കല്യാണം കഴിയാം, കുട്ടികളുണ്ടാകും, പക്ഷേ നമ്മുടെ ഒരു സ്വപ്നവും ഗോളും ജോലിയും പ്രൊഫഷനും ഒക്കെ നമ്മൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കണം എന്നൊരു പ്രേക്ഷക എന്നോട് ഒരു ദിവസം പറഞ്ഞു. ഞാൻ ഇപ്പോൾ അത് ഓർക്കുകയാണ്.
അപ്പോൾ എന്താ സബ്ജക്റ്റ് എന്താ? ഞാൻ BA പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ BEdനൊക്കെ പോയി. LP പോകണ്ടായിരുന്നു. TTC കഴിഞ്ഞുകൊണ്ട് LP എടുക്കാൻ പറ്റുമായിരുന്നു. പൊളിറ്റിക്സ് ആണ് പ്രധാന വിഷയം അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ബിഗ് ബോസിൽ കാണുമ്പോൾ മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് ലക്ഷ്മി ആയിരുന്നു ഇഷ്ടം. ലക്ഷ്മി പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. വലിയ സങ്കടം അല്ലേ? അത് നേരത്തെ കൂട്ടി അറിഞ്ഞത് കൊണ്ട് ഷോയൊക്കെ കാണാതിരിക്കുമ്പോഴേ എനിക്ക് സങ്കടമായിരുന്നു. നേരത്തെ എങ്ങനെ അറിഞ്ഞു? അത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൺഡേ ഷോയ്ക്ക് മുന്നേ വരുന്നുണ്ടായിരുന്നു. അപ്പൊ മോഹൻലാൽ പറയുന്നത് ശരിയാണ്. ഇത് ആരോ ചോർത്തി പുറത്ത് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാവരും അറിയുന്നുണ്ട്. പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരും അറിയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഷോ പിന്നെ കാണാം. കാരണം നമുക്ക് അറിയാം എന്നയാൾ പോകും. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഒരു ആസ്വാദനം സാധ്യമല്ല. കാണും, പക്ഷെ ഇത് ഇന്നയാൾ നേരത്തെ പോകുമെന്ന് കഥയുടെ അവസാനം ക്ലൈമാക്സ് അറിയാം. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതില്ല അല്ലേ? എനിക്ക് തോന്നുന്നു കള്ളൻ കപ്പലിൽ തന്നെയാണ്. കാരണം ഇവരുടെ ഷോയിലുള്ളവർ തന്നെ ആയിരിക്കും ഇതൊക്കെ പുറത്തേക്ക് വിടുന്നതെന്ന്. ഷോയിലുള്ളവരുടെ തെറ്റുണ്ട്. ഇനിയിപ്പോൾ ഷോയിലുള്ളവർ പറഞ്ഞ ഉടനെ അതെടുത്ത് നമ്മുടെ ചാനലിൽ കൊടുക്കുക എന്നുള്ളത് അതിനേക്കാൾ തെറ്റായ ഒരു കാര്യമാണ്. അവർക്ക് അതിലെന്തോ കമ്മീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷെ അതിന് കർശന നടപടി ആവശ്യമാണെന്ന് തോന്നുന്നു എനിക്കല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഇത് ആസ്വദിച്ചിരുന്ന് കാണുമ്പോൾ നമുക്കതൊരു ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഏതായാലും വ്യക്തമാണ്. അപ്പം മീനാക്ഷി ഒരു അധികം വൈകാതെ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ സാറിന് രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. സാറിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ശരി, ഒരിക്കലും സാർ പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ അത് സാധ്യമാവും കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അതെ അതെ. സാർ സുഖമായിരിക്കുന്നുണ്ടോ? ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷം. പക്ഷെ എനിക്കും മീനാക്ഷിയെ പോലെ ഇന്നലെ ഈ ലക്ഷ്മി ഔട്ടായപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം തോന്നി. ലക്ഷ്മിയുടെ നിലപാടുകളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. ഒരു സ്ട്രോങ് ലേഡി ആയിരുന്നു അവര്. നിലപാട് പല കാര്യങ്ങളും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ ആദില നൂറ വിഷയമൊക്കെ അവരൊക്കെ അതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു. ഈ അതിന്റെ പേരിലാണോന്ന് എനിക്കറിയില്ല. ശരി. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പൊ റിയാസ് എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. റിയാസ്, നമസ്കാരം സാറേ. ശ്രീ റിയാസിന് അക്ബറിനെയാണോ ഇഷ്ടം, ലക്ഷ്മിയാണോ ഇഷ്ടം? സാറേ, ഞാൻ പിന്നെ ബിഗ് ബോസ് തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ്. ബിഗ് ബോസിന്റെ ഒരു വലിയൊരു ഫാനാണ് ഞാൻ. ആരെ? പിന്നെ ബിഗ് ബോസിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അതുകൊണ്ട് ചോദിച്ചു, റിയാസിനെയാണോ ഇഷ്ടം, അല്ല അക്ബറിനെയാണോ ഇഷ്ടം, ലക്ഷ്മിയാണോ ഇഷ്ടം? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഗെയിമില് അനീഷ്, ലക്ഷ്മി, അക്ബർ, അനു, ആദില, നൂറ എല്ലാവരെയും ഇഷ്ടപ്പെട്ട വിശാല മനസ്കരാണല്ലോ റിയാസ്. ആലപ്പുഴക്കാർ വിശാല മനസ്കരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു മത്സരമാകുമ്പോൾ നമ്മൾ ഒരാളെ പറയാവൂ. ഇല്ല, സോറി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സാറേ. ഇവരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഔട്ടാവണമെന്ന് തന്നെയാണ് ഞാൻ പിന്നെ എന്റെ പേഴ്സൺ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിച്ച ലക്ഷ്മി ഔട്ടാവണമെന്നാണ്. കാരണം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അല്ല, ഇപ്പൊ ലക്ഷ്മി ഇച്ചിരി കൂടെ ഒക്കെ ബെറ്റർ ആയിരുന്നു. ഇതിപ്പോ ഔട്ടാവുന്നതിനൊക്കെ തൊട്ട് മുന്നേ അത്യാവശ്യം നല്ലപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഗെയിമിലൊക്കെ ഒരു ആളൊരു മാറ്റങ്ങളൊക്കെ വരുത്തി നന്നായിട്ട് ആള് ഒരു മേക്കപ്പ് ഒക്കെ ആയി അടിപൊളിയായി. അതായത് പുള്ളിയുടെ ഒരു ഇതൊക്കെ തിരിച്ചുവരവായിരുന്നു പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ കുറെ പുള്ളിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളൊക്കെ പുള്ളി അവതരിപ്പിച്ചുകൊണ്ട് പുള്ളിയോട് അന്ന് മുതലുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അക്ബർ എന്ന് പറഞ്ഞ ഒരാള് പിന്നെ ഈ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഓരോരോ ഗെയിമുകളിലും എല്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് അപ്പൊ അക്ബറിനോട് നമുക്ക് മോശമായിട്ട് തോന്നി. പിന്നെ പുള്ളി ഇങ്ങനെ സംസാരിച്ച് എല്ലാ തെറ്റും ചെയ്തിട്ട് നന്നായിട്ട് സംസാരിച്ച് പുള്ളി ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു രീതി പുള്ളി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഞാൻ ആ കാറിൽ വന്നപ്പോ ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ ആലോചിച്ച് പിന്നെ ലക്ഷ്മി എന്തായാലും പിന്നെ ഉണ്ടാവൂല, അക്ബർ തന്നെയാണ് തിരിച്ചു വരുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ സാറ് ചോദിച്ച വേറൊരു ചോദ്യം ഇതാണ്, പിന്നെ ഈ ബിഗ് ബോസിന്റെ പിന്നെ ഈ ഒരു സത്യസന്ധത പുറത്തു പോകണ്ട അല്ലെങ്കിൽ ഇത് ചോർന്നു പോകണ്ടെന്ന് ചോദിച്ചാൽ ഒരു കാര്യം എനിക്ക് തോന്നിയേക്കുന്ന പേഴ്സണലായിട്ട് തോന്നിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ പരിപാടി നടത്തുന്ന ഒത്തിരി പേരിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ ഏതെങ്കിലും ഒരാൾ, അതായത് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ബിഗ് ബോസിൽ, ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും, അത് ഈ ക്യാമറാമാനോ അങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അവൻ എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ ചോദിക്കും, എടാ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞില്ല, എടാ ആരാ ഔട്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്ക് എന്നോട് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പുള്ളി ചിലപ്പോൾ എന്നോട് പറയും, എടാ ഇന്ന ആളാണ് ഔട്ടായേക്കുന്നത്. പക്ഷെ ഞാൻ ഒരു നല്ല വ്യക്തി അല്ല എങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇടും. അതൊരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. കാരണം ഞാനിപ്പോ അല്ലാതെ തന്നെ വേറൊരു കുറെ ടീമുകൾ മൊബൈലിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടതാണ്, അതായത് ലക്ഷ്മി ഔട്ട് അതിനു മുമ്പ് തന്നെ വന്നതാണ്. ശരി. വ്യക്തമാണ്. കുറെ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് റിയാസ്. അപ്പോൾ റിയാസിന്റെ അഭിപ്രായമൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ നിഷാന്ത് കാവുംഭാഗം ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കേട്ടോ.
ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾ, അതായത് നമ്മൾ ന്യൂസ് 18 പൈസ വാങ്ങിയിട്ട് അവർക്ക് പരസ്യം കൊടുക്കുകയാണ് എന്നാണ് നിഷാന്തിൻ്റെ കണ്ടെത്തൽ. അതായത് ഞങ്ങൾ ഏഷ്യാനെറ്റിൽ ചെന്ന് പൈസ വാങ്ങിക്കുന്നതാണ്. ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചാനൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ആണെന്ന് തിരിച്ചറിയാത്ത ഈ നിഷാന്ത് കാവുംഭാഗത്തിനെ നല്ല നമസ്കാരം, അല്ലാതെ എന്ത് പറയാനോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കോബ്ര എന്നോടൊപ്പം ബ്ലാക്ക് കോബ്ര വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുമെന്ന്. അതുകൊണ്ട് ഇല്ല, ഞാൻ ബ്ലാക്ക് കോബ്ര അങ്ങ് ഇതിൻ്റെ ഇടയിലും കൊണ്ടുവന്ന് രാഷ്ട്രീയം കലർത്തണ്ട. അപ്പോൾ മനു, പരിപാടി സ്ഥിരം കാണുന്നവരുടെ അഭിപ്രായം അറിയാനാണ് കാത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബിജോയ് എന്നോട് പറയുന്നത് എന്നെക്കുറിച്ച് കുറച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നതാണ്. അത് ബിഗ് ബോസ് കണ്ടതോടുകൂടി ആ അഭിപ്രായം അങ്ങ് പോയി എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നല്ലത് മാത്രമേ കാണൂ, നല്ലത് മാത്രമേ കേൾക്കൂ, നല്ലത് മാത്രമേ ചിന്തിക്കൂ എന്ന് എല്ലാ മാധ്യമപ്രവർത്തകരും ആഗ്രഹിക്കണം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് എനിക്ക് ചിലപ്പോൾ ആശയപരമായി യോജിപ്പ് ഉണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ അതൊക്കെ അറിയാനൊരു മാധ്യമപ്രവർത്തകൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ബിജോയ് പറയുന്നത് ഇത് കണ്ടതോടുകൂടി എന്നെക്കുറിച്ചുള്ള മുഴുവൻ അഭിമാനവും നഷ്ടമായെന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് ബിജോയ്. നമ്മൾ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണട്ടെ. എല്ലാം നമ്മളെല്ലായ്പ്പോഴും ഗൗരവത്തോടു കൂടി ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമം അനുശാസിക്കുന്നുണ്ടോ, അതാണ് പ്രധാന കാര്യം. ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ജയകുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ, എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ. സാറേ, ഈ ചോദിച്ചതിനകത്ത് ഈ ലക്ഷ്മി ഇപ്പൊ പോകാനുള്ളതല്ല. ലക്ഷ്മി നേരത്തെ പോകാനുള്ളതായിരുന്നു, പക്ഷെ ഇപ്പൊ ബെറ്ററായി വരുന്നുണ്ട്. ഈ സെക്കൻഡ് വീക്കിലൊക്കെ പോകേണ്ടതാണ് നമ്മൾ അക്ബർ. ആ അക്ബറിനെയും നവീനെയും ആരിനെയും സാഹുവിനെയും നൂറെ ഇവര് മോഹൻലാൽ അങ്ങ് പൊക്കിക്കൊണ്ട് വരികയാണ്. ആവശ്യമില്ലാതെ മോഹൻലാൽ പൊക്കിക്കൊണ്ട് വരികയാണ്. ഫസ്റ്റിൽ വരേണ്ടത് ശരിക്കും അനുമോളാണ്. അനുമോള്, അത് കഴിഞ്ഞ് സെക്കൻഡ് അനീഷ്, പിന്നെ ഷാനവാസ്. ഇവരാണ് വരേണ്ടത്. ഇവരെ ഇപ്പൊ താഴത്തെ കഴിഞ്ഞിട്ട് ഇവര് 5 വരെയാണ് പൊക്കിക്കൊണ്ട് വരുന്നത്. അതിനെപ്പറ്റി ഇന്നിപ്പോഴും അനുമോള് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനോട്. ഈ എവിക്ഷന്റെ സമയത്ത് എവിക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ ബിഗ് ബോസും ലാലേട്ടനും കൂടി നെവിനെയും അക്ബറിനെയും പൊക്കിക്കൊണ്ട് വരെയാണ്. അതിവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഇന്നിപ്പോ അനുമോള് ഓപ്പണായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞു അവിടെ ഈ എവിഷൻ കഴിഞ്ഞപ്പോ പറഞ്ഞ് ആവശ്യമില്ലാതെ നിങ്ങളെ ഒരു ബലത്തിലാണ് ഇവിടെ കിടന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നതും ഒരു കണ്ടന്റും ഇല്ലാത്തവരെ ആരും ഔട്ടാക്കാതെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് ബിഗ് ബോസും ലാലേട്ടനും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് ഇന്നിപ്പോ അനുമോൾ പറഞ്ഞു. അതുകൊണ്ട് നെക്സ്റ്റ് അനുമോൾ ആയിരിക്കും പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജയകുമാർ അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ഇദ്ദേഹത്തിനോട് ഒരു പക്ഷപാതം ഉണ്ടോ? ഉണ്ട്. ഞാൻ 24 മോർണിംഗ് സോങ് മുതൽ 24/7 കാണുന്നതാണ്. എനിക്ക് ചെടിയുടെ പ്ലാന്റ്സിന്റെ ഇടയിൽ ഇളക്കി വെക്കാനും ഫ്ലവർ കട്ട് ചെയ്യാനും ഇങ്ങനെയൊക്കെ നടക്കുകൊണ്ട് ഇത് ഓൺ ചെയ്ത് വെച്ചോണ്ട് ഈ പരിപാടി അത്രയും ഞാൻ നടക്കുന്നത്. എനിക്കിത് അത്യാവശ്യമായിട്ട് ഇവർ വെറും തരികട. കഴിഞ്ഞ ഷിയാസിനെ കൊണ്ടുവന്ന് മറ്റേയാൾ ഔട്ടാക്കിയതല്ലേ, ഷിയാസിനെ കൊണ്ടുവന്ന് ഔട്ടാക്കിയതല്ലേ നെവീനെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോ എല്ലാവർക്കും അറിയാം. എങ്കിലേ ഷോ മുമ്പോട്ട് പോകുള്ളൂ എന്നാണ് ഇവർ ധാരണ. എനിക്ക് ഒരു കാര്യം കൂടെ ഈ 12 മണിക്ക് നേരത്തെയാണ് ഷൂട്ടിംഗ് നടന്നത്. വെള്ളിയാഴ്ച നടന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് നടന്നത് 4 മണിയോടുകൂടി സാറ്റർഡേ കഴിഞ്ഞിട്ട് സൺഡേ 4 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ അവര് സൺഡേ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 5 മണിയായപ്പോ തന്നെ നമുക്കിവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ലക്ഷ്മിയാണ് പോകുന്നത്. ഈ 1 മണിക്കൂർ സൺഡേയിലെ ഷൂട്ടിംഗ് തുടങ്ങി 1 മണിക്കൂർ ആയപ്പോഴേ ഇവിടെ യൂട്യൂബിലെ എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു ലക്ഷ്മിയാണ് പോകുന്നത്. പിന്നെ ഈ 2 ദിവസം കാത്തിരുന്ന ആളുകളായിട്ട് പറ്റിക്കേണ്ട കാര്യം തോന്നാം. ഓക്കെ, അപ്പോൾ കൃത്യമാണ്. അപ്പോൾ എനിക്ക് ആർക്ക് ഇപ്പം നമ്മളൊരു ഹിന്ദി ടീച്ചർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ചില ആളുകൾക്ക് ഹിന്ദിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാഡിയേറ്റർ എന്നോട് പറയും ഹിന്ദി അറിയാമെന്ന് ഞാൻ പറഞ്ഞു പോയില്ല. അപ്പോൾ ഹിന്ദിയിലൊക്കെ മെസ്സേജ് അയക്കും. എനിക്ക് ഹിന്ദി അറിയാമോ എന്ന് നോക്കണം. ഹലോ മനു കേസാഹോ എന്നൊക്കെയാണ് എനിക്ക് ഹിന്ദിയിൽ ചെയ്യും. എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം. ഗ്ലാഡിയേറ്റർ കിഷോർ കോന്നി എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ആമി പറയുന്നതേ നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ട്? ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നാണ് പറയണമെന്നാണ് പറയുന്നത്. ഞാനത് കുറച്ചും കൂടി കഴിയട്ടെ. കാരണം ഞാൻ ജയിക്കുമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഓരോന്നായിട്ട് പുറത്താവുകയാണ്. അതുകൊണ്ട് എനിക്കൊരു വലിയ ആത്മവിശ്വാസമില്ല. പ്രഡിക്ഷൻ ഇത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ രാഹുൽ ചന്ദ്രൻ പറയുന്നത് കൂതറ പരിപാടിയാണെന്ന് പറയുന്നു. ഓക്കെ, മനു പടി പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് ഈ പരിപാടി കാണുമോ എന്നുള്ളതാണ്. എൻ്റെ മോന് 14 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു മുതിർന്ന കുട്ടികൾ കാണട്ടെ, അല്ലെങ്കിൽ വലിയ ആളുകൾ, വയസ്സായ ആളുകൾ കാണട്ടെ, കുഴപ്പമൊന്നുമില്ല. ബിജോയ് ബാബു ഏതായാലും ബിജോയ് ബാബു അത് അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല. ചില പരിപാടികൾ രസമുള്ളതല്ലേ, അത് എല്ലാവരും കാണട്ടെ. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട
പ്രേക്ഷകനാണ് ഷാജി ഭാസ്കർ. ഷാജി ഭാസ്കറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഫസ്റ്റ് വിഷയം എന്നാണ് പറയുന്നത്. ശരി ഷാജി, അപ്പോൾ ഞാനൊരു ഒരു വ്യത്യാസത്തിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ആരും ഇങ്ങോട്ട് പോരുത്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവെ തുടരുകയാണ്. അപ്പോൾ വൈറൽ ക്രിയേഷൻസ് വൈറൽ എന്നോട് പറയുന്നത് ആരും ടെൻഷനാകാതെ സത്യം ജയിക്കും, വിന്നർ അനീഷ് അല്ലെങ്കിൽ അനുമോൾ, ഒരു ഡൗട്ടുമില്ല, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അനുമോൾ കപ്പടിക്കും എന്നാണ് ഗൗതം ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ അനുമോൾ ഫാൻസ് ഉണ്ട്, കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ തോമസ് എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് മേഘാലയയിൽ നിന്നാണ്. ശ്രീ തോമസ് മേഘാലയയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, മേഘാലയയിൽ നിന്നാണ്. ഷിലോങ്. മേഘാലയ എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ ആലയം, മനോഹരമായ സ്ഥലം അല്ലേ? ഇത്രയും ഭംഗിയുള്ള സ്ഥലം ലോകത്ത് ഉണ്ടെങ്കിൽ അത് മേഘാലയയാണ് അല്ലേ? മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഈ മേഘാലയയിലാണ്. ഇവിടെ വളരെ അടുത്താണ് ഷില്ലോങ്ങിൽ നിന്ന്. അപ്പം മഴയൊക്കെ കണ്ട് മടുത്തു. അത്രയും മഴയാണോ അവിടെ? അല്ല, മടുപ്പൊന്നുമില്ല. കാരണം മഴയുണ്ടെങ്കിലും അതിന് ഒരു ബ്യൂട്ടി ഉണ്ട്. ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് 12 months വളരെ നല്ല വെതറാണ്. പിന്നെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആയുസിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കൂടുതൽ നമുക്ക് ഈ സ്ഥലത്ത് ജീവിക്കുന്നതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ വളരെ കുറവാണ്. ശരി, അപ്പോൾ ശ്രീ തോമസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അങ്ങ് അവിടെ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മേഘാലയയിൽ? ഞാൻ ആർമഡ് ഫോഴ്സസ്, ഡിഫൻസിലാണ്. അതെ. ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് കേട്ടോ, പൊതുവേദിയിൽ ഒരു സൈനികൻ അതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേദിക്ക് ഏറ്റവും ഒരു അംഗീകാരം കൂടിയാണത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സൈനികൻ ഇതിൻ്റെ ഭാഗമാക്കാകുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനം. അപ്പോൾ ശ്രീ തോമസ്, ഞാൻ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അവിടെ മലയാളികളായ നമ്മുടെ സൈനികരൊക്കെ ഇതെല്ലാവരും കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒരു 2-3 സീസൺ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഇത് ചർച്ചയാകുന്നില്ല, മലയാളികൾക്കിടയിലും ചർച്ചയൊന്നുമില്ല അല്ലേ? അങ്ങനെ ചർച്ചയൊന്നുമില്ല. പക്ഷെ ബേസിക്കലി ലേഡീസ് ഇവിടെ ഫാമിലി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും നേരത്തെ ചോരുന്നു, അതിൻ്റെ കൗതുകം പോകാൻ ഇടവരുന്നു എന്നൊക്കെ മോഹൻലാൽ തന്നെ പരാതി പറയാണ്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, അതിനെതിരെ നടപടി ഉണ്ടാവും, കേസ് വരും, ചിലർക്കൊക്കെ എതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് ഒരു പക്ഷേ പാർഷ്യലി ഞാനും അതിനോട് കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഇതിനകത്തും വളരെയധികം ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് ലീക്ക് ആകുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഏത് പാർട്ടിസിപ്പന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്. ആരാണോ കഴിവുള്ളവർ അവരുടെ അവസാനം വരെ നിൽക്കണമെന്നും ജയിക്കണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള മലയാളികൾക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും വളരെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതോടെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. ഇത് ഡയറക്ടർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിന്റെ പിന്നെ അണിയറയിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് പുള്ളി ഈ വീക്കെൻഡ്സിൽ വന്ന് പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ അല്ലല്ലോ പറയുന്നത്. അപ്പോ അതില് പലപ്പോഴും പാർഷ്യാലിറ്റി സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മേഘാലയയിലുള്ള മുഴുവൻ അങ്ങയുടെ സുഹൃത്തുക്കളോടും പൊതുവേദിയെ പറ്റി പറയണം, ഞങ്ങളുടെ ആശംസകൾ അറിയിക്കണം. മലയാളികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരോടും കൂടി പറയണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു മിസ്റ്റർ തോമസ്. അവിടുന്ന് ഒരു സൈനികൻ നമുക്കൊപ്പം ചേരുന്നു മേഘാലയയിൽ നിന്ന്. അപ്പോൾ സബീന എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. സബീന ടീച്ചറാണോ? ഞാൻ ടീച്ചറല്ല, ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നൗ ഞാൻ റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ്. ഇപ്പോ റിട്ടയർ ചെയ്തു, അതാണോ റിസൈൻ ചെയ്തു, മതിയായി, ജോലി റിസൈൻ ചെയ്തതാണ്. പുതിയ അവസരങ്ങൾ തേടാനുള്ള ഭാഗമാണ്, അതോ ഇത്രയൊക്കെ മതി ഇനി കുറച്ച് വിശ്രമിക്കാം എന്ന് വിചാരിച്ചാണ്? അതെ അതെ അതെ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് അതെ അതെ. അപ്പം ഈ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി ഞാനത് കാണാറുണ്ട്. അതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മളത് കാണുന്നതെങ്കിലും ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അതിന്റെ ഒരു ട്രാൻസ്പാരൻസിയിൽ ഭയങ്കര ഒരു
കുറവ് ഞാൻ ഓൾവേസ് ഞാനത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രാൻസ്പാരൻസി വളരെ കുറഞ്ഞു വരുന്നതായിട്ട് ഇപ്പോഴെന്നല്ല പല അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ എവിക്ഷൻ ആണെങ്കിലും പിന്നെ അതിനകത്തുള്ള പല നടപടികളിലും പിന്നെ ഇങ്ങനെയുള്ള നേരത്തെ അതിനകത്തുള്ള പലതും ചോർന്നു പോകുന്നത്, ഇതൊക്കെ ട്രാൻസ്പെറൻസിയുടെ ഒരു കുറവുണ്ട്. അതായത് സംഘാടകരുടെ ഭാഗത്തൊരു ചെറിയ വീഴ്ച ഉണ്ടാകണം, അല്ലാതെ ഇത് അങ്ങനെ പുറത്തു പോകില്ല. അവരിൽ ആരെങ്കിലും പറയാതെ പുറത്തു വരില്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അതിനുള്ളിൽ നിന്ന് നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു ആൾക്കാരെ പൊതുവെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നേരത്തെ ചോരുന്നു, ഇത് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ വരുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു കർശന നടപടിക്ക് ഒരു നിയമനിർമ്മാണം ആവശ്യമാണോ? അല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നാലൊന്നും കുഴപ്പമില്ല, സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പുറത്തങ്ങ് വിട്ടാൽ അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, ഭയപ്പാടിന്റെ ഒരു കുറവുണ്ട്. അത് പാടില്ല. കാരണം ഇത് നമ്മൾ ഒരുപാട് പേര് ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരുപാട് നേടാനില്ലെങ്കിലും നമ്മളിതൊക്കെ ഒരുപാട് പേര് എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ അതിൽ കുറച്ച് അട്രാക്ട് ആയതുകൊണ്ടാണല്ലോ നമ്മളിത് കാണുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്, അവരുടെ തൊഴിലാണത് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് കാണണമെന്നുള്ള ആ ഒരു ആൻഷൈറ്റി അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു നമുക്കിത് കണ്ടാൽ അതിന്റെ നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നറിയാനുള്ള ആ കൗതുകം നമുക്കങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ട കാര്യമില്ല. ആക്ച്വലി ഇത് കാണിക്കുന്ന ആ മീഡിയയ്ക്കും അതിന്റെ ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർക്കും ആക്ച്വലി ഇതൊരു നഷ്ടമാണ്. ഇതിൽ പൊതുവെ നമ്മൾ പിന്നെ വേറെ പലതിലും ഇവരുടെ ഈ ഒരു ഈ ചോർച്ച മാത്രമല്ല, ഇതിന്റെ ഒരു ട്രാൻസ്പാരൻസി എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം ഇതിന്റെ ട്രാൻസ്പാരൻസി പൊതുവെ നഷ്ടപ്പെടുന്നു. സുതാര്യതയില്ല, അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി തോന്നുന്നു അല്ലേ? ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി അതൊക്കെ മാറ്റി വേണം ഇവർ ഇനിയൊരു സീസൺ വെക്കുകയാണെങ്കിൽ അതിനെ ഇവർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് വളരെ ഇതാണ്. താങ്കളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ എന്നും ഞാനും എന്റെ ഹസ്ബൻഡും പുള്ളി റിട്ടയർഡ് ആണ്. ഞങ്ങൾ ദിവസവും നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും ഞങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാമില്. അത് എനിക്കൊരു ഓസ്കാർ അവാർഡ് തന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് സുൽഫി എന്നാണ്. രണ്ടുപേരോടും പൊതുവേദിയുടെ അഗൈതികമായ സ്നേഹവും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിൽ കുറച്ച് നാളെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കേരളത്തിന് പുറത്ത് സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിന് പുറത്തൊക്കെയാണ്. പക്ഷെ ഇത് ഞങ്ങളെ വല്ലാതെ അട്രാക്ട്, എസ്പെഷ്യലി പുള്ളി ഒരു രാഷ്ട്രീയ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ രാഷ്ട്രീയമാണോ? രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രീയമാണോ? രണ്ട് രാഷ്ട്രീയമാ. എനിക്ക് ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുറച്ച് പ്രേക്ഷകരെ, ഒന്ന് ശ്രീമതി ജയ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകർ കൊല്ലുന്നു. അവരുടെ ഭർത്താവ് ഒരു BJP അനുകൂലിയാണ്, ശ്രീമതി ജയ ഒരു കോൺഗ്രസ് വക്താവാണ്. അപ്പൊ അവർ രണ്ടുപേരും പക്ഷേ തുറന്നു പറയാം, എന്റെ ഹസ്ബൻഡ് ഒരു കോൺഗ്രസ്സുകാരനാണ്. പുള്ളി ഇലക്ഷനൊക്കെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പൊ വീട്ടിലൊരു സന്ദേശം സിനിമ ഇടക്കിടക്ക് നടക്കും അല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വൽ ഈ പൊളിറ്റിക്സ് എന്നുള്ളതിനുപരി എനിക്ക് റിയൽ പൊളിറ്റിക്സിനോടാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാനൊരു പാർട്ടി എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലെ എല്ലാ വശത്തിനെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സപ്പോർട്ട് പലപ്പോഴും കൊടുക്കുന്നത്. ഇഷ്യൂ നോക്കി അതിൽ സത്യം എവിടെ, നീതി എവിടെ നോക്കിയിട്ടല്ലേ? റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ എന്നും വിളിക്കാറുണ്ട്, ഓ ഗോഡ് എനിക്ക് താങ്ക്സ് പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ ഇത് എടുത്തതില്. ചില ദിവസങ്ങളിൽ അവിടെ കിട്ടാത്തതുകൊണ്ടായിരിക്കും കണക്ഷൻ. എനിക്ക് റിങ്ങും പോകാറുണ്ട്, പക്ഷെ കണക്ട് ആവാറില്ല. ഇനിയെങ്കിലും നിങ്ങൾ കാരണം ഞാൻ ഈ പൊളിറ്റിക്സിനോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയാണ്, പൊളിറ്റിക്കൽ വിഷയത്തിനോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ എന്റെ നമ്പറൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ശരി, ഞാൻ അത് PCRൽ പ്രത്യേകം പറയാം. നമ്മുടെ താങ്ക് യു സോ മച്ച്. ഏതായാലും വലിയൊരു അംഗീകാരം ഞങ്ങൾക്ക് നൽകി, സന്തോഷം. മനു, എസ്പെഷ്യലി യു ആർ വെരി ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര താങ്കൾ സംസാരിക്കുന്നത്, താങ്കൾ ഷൗട്ട് ചെയ്യുന്നത്, താങ്കൾ അടി വെക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാന് എന്താ പറയാ, ധൃതംഗ പുളകിതരായി എന്ന് പറയാൻ വേണമെങ്കിൽ. എനിക്കുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പുറത്തിലൊക്കെ വീടുപോലുള്ള ഒരാളാണ്. എന്നെ ആരെങ്കിലും പ്രശംസിച്ചാൽ ഞാൻ അതിൽ
എനിക്ക് അല്ല അങ്ങനെയല്ല പൊതുവെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പൊ താങ്കൾ ചില സമയത്ത് ഭയങ്കര ഫയറായിട്ട് ചിലരെയൊക്കെ അങ്ങ് ആഞ്ഞടിക്കുന്നതൊക്കെ കാണാറുണ്ട് ഞാന്. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടൊക്കെ പോകുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഈ കണക്ട് ചെയ്തതിൽ എനിക്ക് താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ മച്ച് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. Okay, the pleasure was all ours. Thank you so much, Savina, for joining with us. Okay, thank you. മനോജ് എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മനോജ്. നമസ്കാരം. ശ്രീ മനോജ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള ആളാണ്. എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ മനോജ് എന്നുള്ള പേര് കുറേ പേര് ഉണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന് മനോജുകളുണ്ട്. അപ്പോൾ ഈ മനോജ് പറയുമ്പോൾ ആ സ്ഥലം പറയണം, ചങ്ങനാശ്ശേരി എന്നോ മറ്റോ അല്ലേ എന്നോട് പറഞ്ഞേ? അല്ല, ഞാൻ കോട്ടയം തന്നെയാണ്, പ്രോപ്പർ കോട്ടയം ടൗണും തന്നെയാണ്. ഓക്കെ. അതെ അതെ. നമ്മുടെ ഒരു പ്രശ്നം ഈ പേരിന് നാമകരണത്തിന് തന്നെ ഒരു വിശ്വാസം എന്നുള്ള ഒരു അർത്ഥമാണ് ഉണ്ടാവുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പൊതുവേദിയോടുള്ള നമ്മളുടെ വിശ്വാസവും അതിനോടുള്ള ഞങ്ങളുടെ ആകാംക്ഷയുമാണ് ഞങ്ങൾ ഇതിൽ ഇങ്ങനെ നല്ല നല്ല വിഷയങ്ങൾ വരുമ്പോഴത്തേന് കയറി വരുന്നത്. ഇപ്പം നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനൊന്നും അല്ല ഞാൻ. പക്ഷേ ഈ അടുത്ത കാലത്ത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് ഒരു അതിൻ്റെ അകത്ത് നടന്ന ഒരു സംഭവമായിട്ട് അങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം ഇത്രയും പോപ്പുലറായ ഒരു ഷോ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് കുറച്ച് സന്ദേശങ്ങളൂടി കൊടുക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. പക്ഷെ അതിന്റെ ആ ഒരു രീതികളും അതിൽ നടക്കുന്ന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടായിരിക്കണം, സന്ദേശം ഉണ്ടായിരിക്കണം, വലിയ ഉപദേശം ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ടത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ച് തിന്നുന്നില്ല, അതിനകത്ത് പോഷകാഹാരം ഉണ്ടായിരിക്കണം, വൈറ്റമിൻ ഉണ്ടായിരിക്കണം, ഒരുപാട് മിനറൽസ് ഉണ്ടായിരിക്കണം, കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആഗ്രഹിക്കും ഒരു മുട്ടായിയുടെ മാധുര്യം നമ്മൾ നുണയല്ലേ അവിടെ ചെയ്യുന്നുള്ളൂ. അതിൽ പാല് കുടിക്കുന്നത് പോലെ മുട്ട കഴിക്കുന്നത് പോലെ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ട്. വല്ലപ്പോഴും നമുക്കൊരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ നമ്മൾ മുഴുവൻ സമയം മുട്ടായി മാത്രം കഴിച്ചാൽ നമ്മുടെ കഥ അധോഗതിയാവും. പക്ഷേ നമ്മൾ രാവിലെ നമ്മൾ പുട്ടും കടലിയൊക്കെ കഴിക്കുന്നു, മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നു, പഴം കഴിക്കുന്നു, പാല് കുടിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം നമുക്കൊരാളൊരു മുട്ടായി നല്ല ഇതിൽ പോഷക ഘടകങ്ങളൊന്നുമില്ല, ഞാൻ ഇത് കഴിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നേ ഉള്ളൂ. അത് ഈ അങ്ങ് ഇതിനെല്ലാം ശ്രീ മനോജ് ഏത് മേഖലയിലാണ് ജോലി? ഞാൻ ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ വിട്ടുപോയി. ഞാൻ ടാക്സി ഡ്രൈവറാണ്, ഞാനൊരു സംഘടനയുടെ ഭാരവാഹിയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചർച്ച ചെയ്തിട്ടുമില്ല. ടാക്സി സാഹചര്യം അനുസരിച്ചാവട്ടെ. പക്ഷെ ഞാൻ ഇതിൽ പറഞ്ഞു വന്നത്, എനിക്ക് 3 കുട്ടികളുള്ള ഒരാളാണ് ഞാൻ. എന്റെ കുട്ടികൾ നാളെ എന്റെ പരമ്പര കാത്തു സൂക്ഷിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയാണെന്നും ഉള്ള ഒരു സന്ദേശമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. അതൊക്കെ എനിക്ക് ശ്രീ മനോജുമായി വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ അത് സമയമില്ലാത്തതുകൊണ്ട് സംസാരിക്കില്ല. ഇപ്പം ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് സന്തോഷമായി ജീവിക്കാൻ പാടില്ല എന്നുള്ള അവർ ഈ കഷ്ടപ്പാടൊക്കെ തിരിച്ചറിഞ്ഞ് ഇതാ എൻ്റെ അച്ഛൻ വല്ലാതെ പണിയെടുക്കുന്നു അങ്ങനെയൊന്നുമില്ല. അവർക്ക് നല്ല സന്തോഷത്തോടെ സുഖമായി ജീവിക്കാനുള്ള എല്ലാ അവകാശത്തോടും കൂടിയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പം ആ കുട്ടിയുടെ അച്ഛൻ ചിലപ്പോൾ കഷ്ടപ്പെടണമെങ്കിൽ അതൊക്കെ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ അവർ തിരിച്ചറിയാതെ ഒരു കുട്ടി ഉണ്ടാവില്ല. പക്ഷെ പല പാരൻസും പറയുന്നത്, എന്നോട് ഒരു രക്ഷിതാവ് പറയുകയാണ്, ഞാനിങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് ഇവൻ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ പഠിച്ചോ? അല്ല, എൻ്റെ സാഹചര്യം വേറെയായിരുന്നു. ആ ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് പേര് പഠിച്ച് മുന്നേറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഘട്ടത്തിൽ കളിച്ച തമാശകൾക്കായിരുന്നു അതുപോലെയാണ് ഈ കുട്ടികളും. അപ്പോൾ അവരിൽ കുറച്ചൊക്കെ അത് വേണം, പക്ഷെ അതിന് വേർ ഇസ് ദ ലിമിറ്റ്, വേർ ഇസ് ദ ബേസ്, അത് തീരുമാനിക്കാനുള്ള സമയമുണ്ട്. ഏതായാലും എനിക്കിന്ന് സംസാരിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അനുമോളിന് പിന്തുണച്ച് 4000 പേര് വന്നിട്ടുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു പ്രേക്ഷക അനഘ എനിക്ക് ഒരു വൈറ്റ് ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അനഘ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്മയോടും ഒക്കെ എൻ്റെ അന്വേഷണങ്ങൾ പറയണം, ടീച്ചറോടും അപ്പോൾ ടീച്ചറുടെ കുട്ടികളോടും ഒക്കെ എൻ്റെ അന്വേഷണം പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഞാൻ ചോദിച്ച ഒരു ചോദ്യം പ്രേക്ഷകരോട്, രഹസ്യങ്ങൾ ചോരുന്നത് ബിഗ് ബോസ് പരിപാടിയെ കാര്യമായി ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 87% ആളുകളും രഹസ്യങ്ങൾ ചോർത്തുന്നത് ശരിയല്ല എന്നും അത് പരിപാടിയുടെ ഭംഗിയെ കെടുത്തും എന്നുമാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായി അതിനെതിരെ ഇത് മാത്രമല്ല, സിനിമകളായിക്കോട്ടെ ഏതൊരു കലാരൂപമായിട്ടോ അതിനെ നശിപ്പിക്കുന്ന ഏതൊരു പ്രവൃത്തിക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകണം. അത് പരാതിയുമായി തന്നെ വരണം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.